ഈ പരീക്ഷാകാലത്ത് ഉന്നത വിജയം കൈവരിക്കാൻ എന്ത് ചെയ്യണം? ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉന്നത വിജയം ലഭ്യമാകാൻ സാധിക്കും. ഇപ്പോൾ അറിയാം, നമുക്ക് എല്ലാവർക്കും ഈ പരീക്ഷ പേടിയും അതുപോലെ തന്നെ ഓർമ്മക്കുറവ് ഇങ്ങനത്തുള്ള കോമൺ കാര്യങ്ങൾ എല്ലാവരും വന്ന് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതുവാനും ഉന്നത വിജയം എത്തിക്കുവാനും സാധിക്കും. ഒന്നാമത്തെ കാര്യമാണ് ലക്ഷ്യബോധം വേണം. നമുക്ക് എപ്പോഴും ഒരു വിഷൻ വേണം. നമുക്ക് എന്തായി തീരണമെന്നോ അല്ലെങ്കിൽ എത്ര മാർക്ക് വാങ്ങിക്കണമെന്നോ എപ്പോഴും ഒരു വിഷൻ വേണം. ആ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രചോദനം ഉണ്ടാകും. കൂടുതൽ പഠിക്കുവാനും കൂടുതൽ അതിനുവേണ്ടി വർക്ക് ചെയ്യാനും ഒരു പ്രചോദനം കിട്ടും. ആ വിഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് വിഷൻ ആയിരിക്കണം. അതായത് നിങ്ങൾക്കൊരു ഡോക്ടർ ആവാൻ ആഗ്രഹമെങ്കിൽ ഒരു നല്ല ഡോക്ടർ, അതായത് സമൂഹത്തിനും അത് രോഗികൾക്കും ഏറ്റവും നല്ല രീതിയിൽ തൻ്റെ കഴിവുകൾ മൊത്തവും അവർക്ക് വേണ്ടി കൊടുത്ത് അങ്ങനെ ഒരു ഡോക്ടർ, നല്ല മനസ്സുള്ള സാമൂഹ്യ സേവനമുള്ളൊരു ഡോക്ടറായി തീരണം. അങ്ങനെ ഓരോ പ്രൊഫഷൻ, ടീച്ചർ ആവണമെങ്കിൽ ഏറ്റവും നല്ല ടീച്ചർ, അങ്ങനെ ബിസിനസ് ആണെങ്കിലും അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഏറ്റവും എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കണം ഈ ലക്ഷ്യബോധം എന്നുള്ള പോസിറ്റീവ് വിഷൻ. അതിനെ സഹായിക്കും. രണ്ടാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ദൃഢനിശ്ചയമുള്ളവരായി തീരുക. പെർസിവറൻസ്, എല്ലാം ഒരു സ്ഥിരതയുള്ളവരായി തീരണം. പഠിക്കാനാണെങ്കിൽ അതിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. മൂന്നാമതായിട്ട് പറഞ്ഞാൽ റീഡ്, റിപ്പീറ്റ്, റിവൈസ്. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുക, നമ്മളത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക. അത് മാത്രമല്ല റിവൈസ് ചെയ്യുക. വിഷൻ ഭയങ്കര വിഷ്വൽ ഇമേജ് നമുക്ക് കൂടുതൽ മെമ്മറി പവർ കൂട്ടുവാൻ സഹായിക്കും. പിന്നെ നല്ല ഉറക്കം. എത്രമാത്രം നിങ്ങളൊരു 7 മണിക്കൂറൊക്കെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഉറങ്ങാൻ ശ്രമിക്കണം. ഈ ഉറക്കം കൂടുമ്പോൾ തന്നെ നമുക്ക് മെമ്മറി പവർ കൂടുവാൻ സാധിക്കും. അഞ്ചാമതായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് പോലെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ചെറിയ മത്സ്യങ്ങളിൽ അത് കിട്ടും. അതുപോലെ തന്നെ ആൽമണ്ട്സ് രാത്രിയിൽ തന്നെ നമ്മുടെ ബദാമൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക, എന്നിട്ട് പിറ്റേ ദിവസം അത് കഴിക്കാൻ ശ്രമിക്കുക. നട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മശക്തി കൂട്ടുവാനായിട്ട് സാധിക്കും. പിന്നെ അതല്ല എഗ്ഗ് യോക്ക്, ഇതൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുന്നതും കൂടെ നമ്മുടെ ഓർമ്മശക്തി കിട്ടും, നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കും. പിന്നെ നമുക്ക് സെറട്ടോണിൻ കൂടെയുള്ള സന്തോഷത്തിൻ്റെ ഹോർമോൺ, സ്ട്രെസ് കുറയ്ക്കുന്ന ഹോർമോൺസ് കൂട്ടുവാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എക്സസൈസ് ചെയ്യാം. എന്നും പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, എപ്പോഴും പഠിക്കണമെന്നല്ല, കുറച്ച് സമയം ഒരു അരമണിക്കൂർ എന്നും എക്സസൈസിന് സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുകയും കൂടുതൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അത് ഹാർഡ് വർക്ക് തന്നെയാണ്. ഏറ്റവും സ്മാർട്ട് സ്റ്റഡി ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉന്നത വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്, നിങ്ങളിൽ തന്നെയുണ്ട്. അത് പുറത്തു വരട്ടെ. അതിനായി നിങ്ങൾ പരിശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.